നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ വീഡിയോ അവസാന നിമിഷം വരെ കാണണം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്തയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത്. ക്ഷേമ പെൻഷൻ 3000 രൂപയാകുന്നു, നടപടികൾ തുടങ്ങി എന്ന് ചിലർ പറയുന്നുണ്ട്. അതേസമയം മറ്റു ചിലർ വെറും അഭ്യൂഹങ്ങളാണെന്നും പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? ഇന്ന് അതിന്റെ യാഥാർത്ഥ സ്ഥിതിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. പക്ഷെ അതിനു മുൻപ് പെൻഷൻകാർ ശ്രദ്ധിക്കേണ്ട ചില 3 പ്രധാന കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ മറക്കരുത്. ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കാം. പല ഗുണഭോക്താക്കളും ജൂലൈ മാസത്തിൽ പെൻഷൻ കുടിശ്ശിക, വരാനിരിക്കുന്ന മാസങ്ങളിൽ വിതരണം എന്നിവയെക്കുറിച്ച് ആശങ്കയുണ്ട്. സർക്കാർ ക്ഷേമ പദ്ധതികളിൽ ചെറിയ മാറ്റങ്ങൾ വന്നാലും അതിനെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഔദ്യോഗിക അറിയിപ്പുകൾ പലതും നമ്മൾക്ക് നോക്കാം. ഇപ്പോൾ മസ്റ്ററിങ്ങിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ പലരും പറയുന്ന കാര്യമാണ് മസ്റ്ററിങ് ഉടൻ ആരംഭിക്കുമെന്നത്. പല സോഷ്യൽ മീഡിയയിലും മസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ പലർക്കും ഭയവുമാണ്. ചെയ്തില്ലെങ്കിൽ പെൻഷൻ നിർത്തുമോ, വീട്ടിൽ നിന്ന് പോകാൻ കഴിയാത്തവർ എന്ത് ചെയ്യും? ഇത്തരം സംശയങ്ങൾ സ്വാഭാവികമാണ്. യാഥാർത്ഥ്യത്തിൽ മസ്റ്ററിങ് എന്നത് ഗുണഭോക്താക്കളുടെ വിവരം പുതുക്കുന്നതും അർഹത ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു ഭരണപരമായ നടപടിയാണ്. എല്ലാ വർഷവും മസ്റ്ററിംഗ് നടക്കാറുണ്ട്. സർക്കാർ ഔദ്യോഗികമായ തീയതിയും നടപടിക്രമവും പ്രഖ്യാപിച്ചാൽ മാത്രമേ അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുള്ളൂ. അതിനു മുൻപ് ആരെങ്കിലും ഇന്ന് തന്നെ ചെയ്യണമെന്ന തരത്തിൽ പറയുകയാണെങ്കിൽ ആദ്യം അത് ഔദ്യോഗിക അറിയിപ്പാണോ എന്ന് പരിശോധിക്കുക. പ്രായമായവർക്കും കിടപ്പ് രോഗികൾക്കും സർക്കാർ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സാഹചര്യം മുൻ വർഷങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് വരാം. പല ഗുണഭോക്താക്കളും വർഷങ്ങൾക്ക് മുൻപ് നൽകിയ മൊബൈൽ നമ്പറാണ് ഇപ്പോഴും രേഖകളിൽ ഉൾക്കൊള്ളിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് പലർക്കും നമ്പർ മാറിയിട്ടുണ്ട്. ചിലർ പുതിയ സിം ഉപയോഗിക്കുന്നു, ചിലരുടെ പഴയ നമ്പർ പ്രവർത്തിപ്പിക്കുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ഭാവിയിൽ ലഭിക്കേണ്ട അറിയിപ്പുകൾ നഷ്ടമാവാൻ സാധ്യതയുണ്ട്. അതിനാൽ നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ബന്ധപ്പെട്ട ഓഫീസിൽ അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഒരു മുന്നറിയിപ്പും പറയണം. OTP, ബാങ്ക് പിൻ, ATM വിവരങ്ങൾ എന്നിവ ആവശ്യപ്പെട്ട ആരെങ്കിലും ഫോൺ വിളിച്ചാൽ ആരും കൈമാറരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സർക്കാർ ഓഫീസുകളിൽ ഇത്തരത്തിലുള്ള രഹസ്യ വിവരങ്ങൾ ഫോണിലൂടെ ചോദിക്കാറില്ല. ചില ഗുണഭോക്താക്കളോട് വരുമാന സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇതുവരെ സമർപ്പിക്കാത്തവർ സമർപ്പിക്കേണ്ടത് ആ നടപടികൾ പഞ്ചായത്ത് മുഖേന അന്വേഷിക്കുന്നത് നല്ലതാണ്. ആരോടാണ് രേഖ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവർ മാത്രം സമയബന്ധിതമായി അത് സമർപ്പിക്കണം. എന്റെ അയൽവാസി കൊടുത്തു, അതിനാൽ ഞാനും കൊടുക്കണം എന്ന രീതിയിൽ തീരുമാനമെടുക്കരുത്. ഓരോ കേസും പ്രത്യേകം പരിശോധിച്ചാണ് നടപടികൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ 3000 രൂപയുടെ കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് ഇത്രയും വലിയ ചർച്ചയാവുന്നു എന്നുള്ള കാര്യം പറയാം. കാരണം പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും നടപടികൾ തുടങ്ങി, ഉടൻ പ്രഖ്യാപനം, ഇനി 3000 രൂപ ഉറപ്പ് എന്ന തലക്കെട്ടുകൾ കാണുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായും ഗുണഭോക്താക്കൾക്ക് പ്രതീക്ഷയും ഒരു സംശയം ഒരുമിച്ചുണ്ടായി. പക്ഷേ ഇവിടെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ക്ഷേമ പദ്ധതിയിലെ തുക വർദ്ധിപ്പിക്കണമെങ്കിൽ അത് സർക്കാർ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പാലിക്കണം. ധനവകുപ്പിന്റെ അനുമതി, സാമ്പത്തിക ക്രമീകരണം, സർക്കാർ ഉത്തരവ് എന്നിവ പൂർത്തിയായ ശേഷമാണ് തുക പ്രാബല്യത്തിൽ വരുന്നത്. അതിനാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോ വാർത്തയിലും അന്തിമ തീരുമാനം ഉണ്ടെന്ന് കരുതരുത്. ഇപ്പോൾ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ 3000 രൂപയായി വർദ്ധിപ്പിച്ചതായി സ്ഥിരീകരിക്കുന്ന സർക്കാർ ഉത്തരവ് നിലവിൽ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 3000 രൂപ ലഭിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്നാൽ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ആവശ്യങ്ങളും വിവിധ തലങ്ങളിൽ ഉയരുന്നുണ്ട്. ഭാവിയിൽ സർക്കാർ എന്തെങ്കിലും ഔദ്യോഗിക തീരുമാനമെടുത്താൽ അതിന്റെ വിശദാംശങ്ങൾ സർക്കാർ ഉത്തരവിലൂടെ തന്നെ അറിയിക്കും. ഇനി കമന്റ് ബോക്സിൽ വന്ന പല അഭിപ്രായങ്ങൾക്കും റീപ്ലൈ തരുകയാണ്. 3000 രൂപ പ്രഖ്യാപിച്ചാൽ പഴയ ഗുണഭോക്താക്കൾക്കും ലഭിക്കുമെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. സാധാരണയായി സർക്കാർ പെൻഷൻ തുക വർദ്ധിപ്പിച്ചാൽ പുതിയ അപേക്ഷകർക്ക് മാത്രമല്ല, അർഹതയുള്ള നിലവിലെ ഗുണഭോക്താക്കൾക്കും അതിന്റെ ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് ഉത്തരവുകൾ ഉണ്ടാകാറുള്ളത്. എന്നാൽ അത് ഏത് രീതിയിൽ വരുമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ചില മാനദണ്ഡങ്ങളിൽ മാറ്റം ഉണ്ടാവാം. അത് അനുസരിച്ച് പുതിയ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കാം. അവർക്ക് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ
പെൻഷൻ തുക ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം, മസ്റ്ററിംഗ് വന്നാൽ എല്ലാവരും ഒരേ ദിവസം പോകണമെന്നുള്ളതാണ്. ഇല്ല, മുൻകാല അനുഭവങ്ങൾ നോക്കിയാൽ സർക്കാർ നിശ്ചയിക്കുന്ന സമയപരിധിക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കിയാൽ മതി. ആദ്യ ദിവസം തന്നെ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്ന സമയക്രമം പാലിക്കുന്നത് നല്ലതായിരിക്കും. ഇനി മൂന്നാമത്തെ ചോദ്യം, രേഖകൾ സമർപ്പിക്കണമെന്ന് ആരെങ്കിലും ഫോണിൽ പറഞ്ഞാൽ വിശ്വസിക്കാമോ എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും രേഖ സമർപ്പിക്കണമെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നോ മറ്റ് ഔദ്യോഗിക മാർഗങ്ങളിലൂടെയോ അറിയിപ്പ് ലഭിക്കുന്നതാണ് സാധാരണ നടപടി. അതിനാൽ സംശയം തോന്നിയാൽ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ കോൾ വഴി ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും പരിശോധിക്കാതെ വിശ്വസിക്കരുത്. ഇനി നാലാമത്തെ ചോദ്യം, പെൻഷൻ വൈകിയാൽ എന്ത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആദ്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക. തുടർന്ന് ബന്ധപ്പെട്ട സഹകരണ ബാങ്കിലോ ബാങ്ക് ശാഖയിലോ അന്വേഷിക്കുക. അതിനുശേഷം വ്യക്തത ലഭിക്കുന്ന ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ ഓഫീസുമായി ബന്ധപ്പെടുക. സോഷ്യൽ മീഡിയ അഭ്യൂഹങ്ങൾ കേട്ട് അനാവശ്യ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അഞ്ചാമത്തെ ചോദ്യമാണ്, ഇനി വരാനിരിക്കുന്ന മാസങ്ങളിൽ പുതിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമോ എന്നുള്ളതാണ്. സർക്കാർ ക്ഷേമ പദ്ധതികളിൽ ആവശ്യമായപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഓരോ മാറ്റവും ഔദ്യോഗിക സർക്കാർ ഉത്തരവിലൂടെയാണ് പ്രാബല്യത്തിൽ വരുന്നത്. അതുകൊണ്ട് ഔദ്യോഗിക അറിയിപ്പ് വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. ഓരോ ഔദ്യോഗിക അറിയിപ്പ് വരുമ്പോഴും നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ചാനൽ കാണാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.